മലയാള മിനിസ്ക്രീനിൽ ഒരിടയ്ക്ക് ഒളിച്ചോട്ടി വിവാഹങ്ങളുടെ പരമ്പരയായിരുന്നു. എന്നാൽ അതിന്റെയെല്ലാം തുടക്കം കുറിച്ച പ്രണയ വിവാഹമായിരുന്നു നടി ശ്രീകുട്ടിയുടെയും ക്യാമറമാൻ മനോജ് കുമാറിന്റെയും. 18-ാം വയസ്സിൽ 30 വയസ്സുകാരനൊപ്പം ഒളിച്ചോടിയ ശ്രീകുട്ടിയുടെ വാർത്തകൾ അന്ന് ഫേസ്ബുക്കിൽ വൈറലായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? മുൻപ് ഫ്ലവേഴ്സ് 1 കോടി എന്ന ഷോയിൽ വന്നപ്പോഴും തന്റെ തന്നെ യൂട്യൂബ് വീഡിയോയിലെ ഒരു Q&A സെഗ്മെന്റിലും ആ പ്രണയകഥ ശ്രീകുട്ടി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ആ പഴയ കാലം വിശദീകരിച്ച് പറയുകയാണ് ശ്രീകുട്ടി. ഞാനും ഏട്ടനും ഏറ്റവും ആദ്യം കണ്ട വർഷമോ ഡേറ്റോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു സീരിയലിന്റെ പൈലറ്റ് ഷൂട്ട് സമയത്തായിരുന്നു അത്. അന്ന് ഞാൻ ഗുരുവായൂരപ്പൻ സീരിയലൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. സെറ്റിലെത്തിയപ്പോൾ ക്യാമറമാൻ വലിയ ഗൗരവക്കാരൻ. ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ചൊന്നും പറയില്ല. മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്യാത്ത ഒരു മൂശേട്ട. എപ്പോഴും ദേഷ്യമാണ്. എന്തിനും ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഒരാഴ്ചയോളം ഷൂട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് ആ സീരിയൽ നടന്നില്ല. പിന്നീട് അക്കരെ അക്കരെ എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലം വേറൊരു ക്യാമറമാനായിരുന്നു. ഷൂട്ടൊക്കെ ഹാപ്പിയായി പോകുമ്പോഴാണ് ക്യാമറമാൻ മാറിയത്. മനോജ് കുമാറാണ് വരുന്നതെന്ന് കേട്ടപ്പോഴേ ഇയാളും ഞാനും സെറ്റാവില്ല എന്ന് ബീന ചേച്ചി പറഞ്ഞു. അന്ന് ഞങ്ങൾ ഈ ക്യാമറമാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ സംസാരിച്ചിരുന്നു. സെറ്റിൽ മഹാമോശം അനുഭവം. അത് കഴിഞ്ഞിട്ട് ഓട്ടോഗ്രാഫ് സീരിയൽ തുടങ്ങി. അവിടെയും ആദ്യത്തെ ക്യാമറമാൻ മാറി. പിന്നീട് വന്നത് ഇദ്ദേഹം തന്നെ. ഇയാൾ മഹാമോശമാണ്. എന്തിനും ഏതിനും വഴക്ക് പറയും. ചിരിക്കുക പോലുമില്ല എന്നൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. അവരും ആ ഇമേജിലാണ് ഏട്ടനെ സ്വീകരിച്ചത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ഏട്ടൻ എല്ലാവരോടും പെരുമാറിയത്. ദേഷ്യപ്പെടുമെങ്കിലും എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചമ്മിപ്പോയി. ഷൂട്ട് അങ്ങനെ മുൻപോട്ട് പോയി. ദേഷ്യത്തിന് മാത്രം കുറവില്ല. അപ്പോഴാണ് സീരിയലിന്റെ സംവിധായകൻ പറഞ്ഞത്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ശ്രീകുട്ടി, നമുക്കൊരു പണി കൊടുത്താലോ എന്ന്. അങ്ങനെ ശ്രീകുട്ടിക്ക് മനോജിനോട് എന്തോ ഒരു ഇതുണ്ടെന്ന തരത്തിൽ സെറ്റിനകത്ത് തന്നെ ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങി. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഏതോ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്കത് സീരിയസ് ആയി. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അത് വിശദീകരിക്കാനും എനിക്കറിയില്ല. സംഭവിച്ചു പോയതാണ്. എന്നാലും ചിലർ പറയും, വീട്ടുകാർക്ക് അപമാനമുണ്ടാക്കി ഒളിച്ചോടി പോയവരല്ലേ നീ എന്ന്. അവരോടൊന്നും പറയാനുള്ളത്, 12 വർഷങ്ങളായി ഞങ്ങൾ വിവാഹം ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്. വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. വീട്ടുകാരുമായി ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. മനോജേട്ടൻ ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ്. പക്ഷെ എന്റെ അച്ഛനുമായി അന്നും ഇന്നും നല്ല കമ്പനിയാണ്. ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടെങ്കിലും ഈ ജീവിതത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് ശ്രീകുട്ടി പറയുന്നത്. അതുപോലെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.